Hello students, good morning. നമ്മൾ ഇതുവരെ ടേബിൾ ക്രിയേഷൻ ചെയ്തു using Wizard and using Designer. Next we will see how to open the table. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ you can see opening a table. Once you have created a table, you can open it using any one of the following techniques. Type use table name in the command window and press enter. The name of the table which you have specified with the use command is displayed at the left of the status bar. The following command will open the table student which is already created. The command is use student. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഫോക്സ് പ്രോ സ്ക്രീനിൽ ചെറിയൊരു വിൻഡോ ഉണ്ടാവും റൈറ്റ് സൈഡിൽ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ കമാൻഡ് വിൻഡോ വിച്ച് ഈസ് യൂസ് ടു ടൈപ്പ് commands. Okay, so there is a command for opening a table, that is use, followed by the name of the table which you want to open. Foxpro screenil അടിയിൽ ഒരു ബാർ ഉണ്ടാവും called as a status bar. നമ്മൾ സ്ക്രീനിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ സ്റ്റേറ്റസ് നമുക്ക് സ്റ്റേറ്റസ് ബാറിൽ കാണാൻ പറ്റും. സോ നിങ്ങൾ ഈ യൂസ് സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു കമാൻഡ് വിൻഡോയിൽ എഴുതിയിട്ട് എൻ്റർ അടിക്കുമ്പോൾ സ്റ്റേറ്റസ് ബാറിൽ ആ ടേബിളിൻ്റെ പേര് അവിടെ ഉണ്ടാവും. ഓക്കെ, യു ക്യാൻ സീ ദ നെയിം ഓഫ് ദ ടേബിൾ ഇൻ ദ status bar. See there. Once you have written this command, the status bar left side ഈ ടേബിളിൻ്റെ പേര് വരും. ദാറ്റ് ഈസ് ദ ഡേറ്റ ഇതുവരെ നമുക്ക് കാണാം. ദ ടേബിൾ ഇങ്ങനെ തുറക്കില്ലേ. ഇപ്പോൾ നമ്മൾ MS വേർഡിലൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയൽ തുറക്കും അല്ലേ. നമ്മൾ ഇതുവരെ ഏത് ഫയൽസ് ഡബിൾ ക്ലിക്ക് ചെയ്താലും ആ ഫയൽ തുറക്കും, അതിനകത്തുള്ള ഡേറ്റ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഫോക്സ് പ്രോയിൽ അങ്ങനെയല്ല. വൺസ് യു ടൈപ്പ് ദിസ് യൂസ് സ്റ്റുഡൻറ്റ്, ഫയൽ ഇങ്ങനെ തുറക്കില്ല, ഒരു വിൻഡോയും തുറക്കില്ല. ഓക്കെ, സ്റ്റേറ്റസ് ബാറിൽ അത് ഓപ്പൺ മോഡാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റസ് വരും. ആ ടേബിളിൻ്റെ പേര് സ്റ്റേറ്റസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. നമുക്ക് ആ ടേബിൾ കാണണമെങ്കിൽ വി ഹാവ് ടു ഗോ ടു വ്യൂ മെനു. ഫയൽ ആണ് ആദ്യത്തെ മെനു. സെക്കൻഡ് മെനു ഈസ് എഡിറ്റ്. തേർഡ് മെനു ഈസ് വ്യൂ. വ്യൂവിൽ വി ഹാവ് എൻ ഓപ്ഷൻ കോൾഡ് ആസ് ബ്രൗസ്. ഓക്കെ, വ്യൂ ബ്രൗസ്. സോ ദ ടേബിൾ കറൻ്റ്ലി ഓപ്പൺഡ് ഇസ് സ്റ്റുഡൻറ്റ്. നമ്മൾ വ്യൂ മെനുവിൽ പോയിട്ട് ബ്രൗസ് സെലക്ട് ചെയ്യുമ്പോൾ the table will open. Okay, so we have created some columns in student table, name, roll number, first name, last name, address, city, state. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. There are no records now. നമ്മൾ ആസ് ഓഫ് നൗ ഒരു റെക്കോർഡ്സും എൻ്റർ ചെയ്തിട്ടില്ല. So now we can see the empty table. Okay. The other method of opening a table, see the second point, choose open from the file menu. നമ്മൾ സാധാരണ ഫയലിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാം. Choose open from the file menu, select the directory and the name of the table and click on OK. So നമ്മൾക്ക് ഈ കമാൻഡ് വിൻഡോയിൽ പോയിട്ട് കമാൻഡ്സ് ടൈപ്പ് ചെയ്യണമെങ്കിൽ there is one more method. Just go to file and click on open, go to the Foxpro directory and click on student. ആ സമയത്തും നമ്മുടെ സ്റ്റേറ്റസ് ബാറിൽ സ്റ്റുഡൻറ്റ് ടേബിൾ നെയിം നമുക്ക് കാണാൻ പറ്റും, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ ടേബിൾ സ്റ്റുഡൻറ്റ് ഇസ് ഓപ്പൺഡ്. ഓക്കെ, സോ വി ഹാവ് ടു മെത്തേഡ്സ് ഓഫ് ഓപ്പണിംഗ് എ ടേബിൾ. വൺ ഈസ് വിത്ത് ദ യൂസ് കമാൻഡ് ഇൻ ദ കമാൻഡ് വിൻഡോ. സെക്കൻഡ് ഈസ് just like a normal method of how we open every file. Go to file menu and click on open and go and select the particular table name. So that is with opening a table. Next we'll see how to append records. So appending means adding to the end of an existing table or adding a new record. So once we open the table, if a student table is in open mode, we can start entering the records. For this, നമുക്ക് വ്യൂ മെനുവിൽ വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട് called as append mode.
So see there, choose append mode from the view menu. A new blank record is added to the end of the table to enter the data in the table named student. Fine. After opening the table, go to view menu and click on append record. So ഈ append വഴി ഒരു റെക്കോർഡ് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദെൻ this is append mode. ഓക്കെ, append one record എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതല്ല. This is append mode, so you can enter as many records as you want. Again, നമ്മൾക്ക് ഇത് തന്നെ കമാൻഡ് വിൻഡോ വഴി ചെയ്യണമെങ്കിൽ അപ്പെൻഡിന്ന് എഴുതിയിട്ട് എൻ്റർ അടിക്കണം. ഓക്കെ, നമ്മൾ യൂസ് സ്റ്റുഡൻറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ സ്റ്റുഡൻറ്റ് ടേബിൾ ഈസ് ഓപ്പൺ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ അപ്പെൻഡിന്ന് എഴുതിയിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, ഒന്നല്ലെങ്കിൽ അപ്പെൻഡ് എഴുതിയിട്ട് എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ വ്യൂ മെനുവിൽ പോയിട്ട് അപ്പെൻഡ് മോഡ് സെലക്ട് ചെയ്യുക. ഫോർ എവറിത്തിങ് ദർ ഈസ് എ കമാൻഡ് ആസ് വെൽ ആസ് we can do it from the menus. Okay, after that, now we have the next option, editing records or data. To change or edit data in the table, you need to first open the table by using the yes, we just saw the two methods now. One method, how to open a table. After that, choose browse student from the view menu to display the ഡേറ്റ. ഞാൻ അന്നേരം പറഞ്ഞ പോലെ നൗ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അപ്പെൻഡ് മോഡ് വഴി ഇമാജിൻ ദാറ്റ് വി ഹാവ് എൻറ്റേർഡ് 5 റെക്കോർഡ്സ്. ഓക്കെ, സ്റ്റുഡൻറ്റ് ടേബിളിനകത്ത് 5 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതാണ് നമ്മുടെ സ്റ്റേറ്റസ്. ഇനി നമ്മൾ വി വോണ്ട് ടു മേക്ക് സം ചേഞ്ചസ് ആഫ്റ്റർ എൻറ്ററിങ് ദ ഡേറ്റ. വി സേ ആഫ്റ്റർ സം ഡേയ്സ് സം സ്റ്റുഡൻറ്റ് ഹാസ് ചേഞ്ച്ഡ് ഹിസ് അഡ്രസ് ഓർ ബൈ മിസ്റ്റേക്ക് വി മസ്റ്റ് ഹാവ് done a wrong entry and we want to make the editing. For that, go to this view menu and click on browse. അല്ലെങ്കിൽ നമ്മുടെ കമാൻഡ് വിൻഡോയിൽ you can also invoke the edit mode by typing edit in the command window. edit അല്ലെങ്കിൽ browse, രണ്ട് കമാൻഡ്സ് ഉണ്ട്. We can either use edit command or we can also use the browse command. So then look at the screen below. This is the screen. നമുക്ക് ഈ ഒരു ഡേറ്റാസിൽ പോയിട്ട് നമുക്ക് വേണ്ട ഡേറ്റ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ സ്റ്റുഡൻസ്.